ഞാൻ ഇന്ന് പരിശുദ്ധ കാത്തോലിക്ക ബാവയുടെ അധ്യക്ഷ പ്രസംഗം സാഗൂതം ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം മനുഷ്യരെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് നായ്ക്കുട്ടികളെ കുറിച്ചാണ്. ഞാൻ ഒരുപാട് ചർച്ചകളിൽ, ഒരുപാട് വിവാദങ്ങളിൽ എല്ലാം പങ്കെടുക്കുന്ന ഒരാളാണെന്ന് ഒരാരോപണം എന്നെ കുറിച്ചുണ്ടല്ലോ. അവിടെ മിക്ക സ്ഥലത്ത് നമ്മൾ ചെന്നാൽ ആളുകൾ പറയുന്നത്, വളരെ മനുഷ്യസ്നേഹികളായ മനുഷ്യർ പറയുന്നത്, ഈ നായ്ക്കളെയൊക്കെ പെട്ടെന്ന് കൊന്നുകളയണം എന്നുള്ളതാണ്. അപ്പോഴാണ് പരിശുദ്ധ കാത്തോലിക്ക ബാവ തൃശ്ശൂരിനടുത്തുള്ള ആടാട്ട് എന്ന പഞ്ചായത്തിൽ ഇപ്പോ വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റായി മാറിയിട്ടുള്ള എൻ്റെ സ്നേഹിതൻ നടപ്പാക്കിയിട്ടുള്ള ഒരു ചെറിയ പദ്ധതിയെക്കുറിച്ച് ഈ വലിയ യോഗത്തിൽ നിങ്ങളോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ആ ഉദാഹരണവും സംസാരവും വളരെ ലോഡഡ് ആണ്. ഇറ്റ്സ് എ ലോഡഡ് സ്റ്റോറി. അത് നിസ്സാരമായി നായ്ക്കുട്ടികളെ ദത്തെടുക്കുന്ന ഒരു പരിപാടിയല്ല. എന്റെ സ്നേഹിതൻ അക്കരെ പോലും ഇത് കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം ഇവിടെ സംസാരിച്ചത് അതാണ്. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, മേശയിൽ നിന്നും വീഴുന്ന അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന നായ്ക്കുട്ടികളെ കുറിച്ച്. ഞാൻ ബൈബിൾ അറിയുന്ന ഒരാളല്ല. സതീശിന്റെ അത്ര പോലും എനിക്ക് ബൈബിൾ അറിയില്ല. അദ്ദേഹത്തിന്റെ അത്ര ബൈബിൾ അറിയുന്നവരും ഇപ്പോ രാഷ്ട്രീയത്തിൽ ആരും ഇല്ല. അതുകൊണ്ട് അണ്ടർഡോഗ്സ്, മേശവിരിക്ക് താഴെ നിൽക്കുന്ന പട്ടിക്കുട്ടികൾ, എന്തെങ്കിലും വീണാൽ എടുക്കണം എന്ന കൗതുകത്തോടു കൂടിയാണ് അവർ നിൽക്കുന്നത്. അദ്ദേഹം സംസാരിച്ചത് നായ്ക്കുട്ടികളെ കുറിച്ചാണെങ്കിലും അദ്ദേഹം സംസാരിച്ചത് ഈ ലോകത്തിൽ എന്തെങ്കിലും ആരുടെയെങ്കിലും മേശപ്പുറത്ത് നിന്ന് വീഴുന്നുണ്ടോ എന്ന് നോക്കി കാത്തു നിൽക്കാൻ വിധിക്കപ്പെട്ട മുഴുവൻ അണ്ടർഡോഗ്സിനും വേണ്ടിയാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഈ വേദിയിൽ അദ്ദേഹം അത് പറയുവാൻ തിരഞ്ഞെടുത്ത ഈ വേദിയെ, ഇത്രയും ചരിത്ര പ്രസിദ്ധമായ ഈ വേദിയെ അത് പറയുവാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത്, അദ്ദേഹം എനിക്കും മുഖ്യമന്ത്രിക്കും കൊടിക്കുന്നിൽ സുരേഷിനും അരുൺകുമാറിനും നൽകിയ വലിയൊരു സന്ദേശമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഏറ്റവും നിസ്സാരമാണെന്ന് കരുതുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനമാണ്. നിങ്ങൾ ഏറ്റവും നിസ്സാരമായി കാണുന്ന വിഷയങ്ങൾ ഏറ്റവും അപകടകരവുമാണ്. നിങ്ങൾ വലിച്ചെറിയുന്ന വൃത്തികെട്ട മാലിന്യങ്ങൾ തിന്ന് ജീവിക്കുന്ന ഈ പട്ടിക്കുട്ടികൾ, അവരെ കൊല്ലുകയല്ല, അവരെ വളർത്തുകയാണ് വേണ്ടത്. ഈ പട്ടിക്കുട്ടികൾ ഉണ്ടായതും വളർന്നതും നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണ് എന്ന് മാത്രമല്ല, ഭൂമിയുടെ അവകാശി എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ ഈ പട്ടിക്കുട്ടികളും ഭൂമിയുടെ അവകാശിയാണ് എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്.